ഗ്രീൻ റെയിൽ കോറിഡോർ പദ്ധതി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ മാത്രമായി പരിമിതപ്പെടുത്തുവാനുള്ള നീക്കം കാസർഗോഡ് ജില്ലയോടുള്ള കടുത്ത അവഗണനയാണെന്ന് കാസർഗോഡ് ചേംബർ ഓഫ് കൊമേഴ്സ്. ഈ വിഷയത്തിൽ ജില്ലയിലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികൾ, വ്യാപാര വ്യവസായ സംഘടനകൾ, പ്രവാസി സമൂഹം, യുവജന സംഘടനകൾ, പൊതുജനങ്ങൾ എന്നിവർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും കാസർഗോഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. City Gold and Diamonds, Kerala and Karnataka, the glow of purity. Semi high speed railway project കാസർഗോഡ് കണ്ണൂർ ഉള്ള ആ റെയിൽവേ പ്രൊജക്ട് കാസർഗോഡ് വരെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള റെയിൽവേ പ്രൊജക്ട് കാസർഗോഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും ഇതുപോലെ പ്രപ്പോസൽ വന്നപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ല ഒന്നടങ്കം അതിനുവേണ്ടി ശബ്ദമുയർത്തിയതാണ്. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് അത് പ്രൊജക്ട് ചർച്ചയിലുള്ള പ്രൊജക്റ്റാണ് എന്നാണ് പൊതുവായിട്ട് പറയുന്നത്. പരിഗണിക്കപ്പെടുമ്പോൾ നമുക്ക് അതിനുള്ള പരിഗണന കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പ്രപ്പോസലിൽ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ കാസർഗോഡിനെ നമ്മൾ പരിഗണിക്കണം, ആ പ്രൊജക്ട് കാസർഗോഡ് വരെ നീട്ടണം എന്നുള്ളതാണ് ചേംബർ ഓഫ് കൊമേഴ്സിന് പറയാനുള്ളത്. ഇത് പറഞ്ഞു വരുമ്പോൾ ഇതൊരു ലാഭകരമല്ല എന്നാണ് പൊതുവായിട്ട് പറയുന്നത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ ക്ഷേമം എന്നുള്ളത് ഒരു ലാഭമാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു അഭിപ്രായം. അപ്പോ തീർത്തും ലാഭകരമല്ല എന്ന രീതിയിൽ ഒരു പ്രൊജക്ട് ഒരു ജില്ലയെ അപ്പാടെ, ഒരു പ്രദേശത്തെ അപ്പാടെ അവഗണിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയിപ്പോ ലാഭം നോക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണത് ലാഭം അല്ല എന്ന് പറയുക എന്നും കൂടി പറയാം. കേരളത്തില് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ അതിന്റെ റവന്യൂ ജനറേഷൻ 47 കോടി 15ാം സ്ഥാനത്താണ്. അതൊരു മോശം സ്ഥാനമല്ല. അത് സദർ റെയിൽവേയിലാകുമ്പോൾ 33ാമത്തെ സ്ഥാനത്താണ് കാസർഗോഡ് ജില്ല വരുന്നത്, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് അത് ഒരു കുറച്ചു കാണേണ്ട ഒരു സംഭവമല്ല. അങ്ങനെ ഒരു ക്ലെയിമുണ്ട്. മറ്റൊന്ന്, വന്ദേ ഭാരത് സർവീസ് കണ്ണൂർ വരെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നമ്മുടെയൊക്കെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അത് കാസർഗോഡൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാകുമ്പോൾ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? 176% ഒക്യുപ്പൻസോട് കൂടി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള വന്ദേ ഭാരതായിട്ട് അത് മാറും. ഇന്നിപ്പോ നമ്മുടെ രാത്രി വന്ദേ ഭാരത് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ രാത്രി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ ഇറങ്ങി വരുന്ന ആൾക്കാർ പരശുറാം എക്സ്പ്രസ് ഇറങ്ങി വരുന്ന പോലെയാണ്. അത്രയധികം ആൾക്കാരാണ് ഇപ്പൊ ഇന്ന് വന്ദേ ഭാരത് സർവീസ് കാസർഗോഡ് ഉപയോഗിക്കുന്നത്. കാസർഗോഡ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എ.കെ. ശ്യാം പ്രസാദ്, സെക്രട്ടറി പ്രസാദ് മണിയാണി, ഖജാൻജി ഖലീൽ കക്കണ്ടം, ജോയിന്റ് സെക്രട്ടറി ഫാറൂഖ് കാസ്മി, ഡയറക്ടർ ബോർഡ് അംഗം മുജീബ് അഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.